ഹലോ കൂട്ടുകാരെ, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു ഏകദേശം 6 മാസം ആയതേ ഉള്ളൂ. അപ്പൊ എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ സ്റ്റാർട്ടപ്പർ എന്ന നിലയിൽ എല്ലാവർക്കും ഓരോരോ എക്സ്പീരിയൻസസ് ആയിരിക്കും. അപ്പൊ എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യുന്നത്. അപ്പം മുന്നമേ തന്നെ പറഞ്ഞോട്ടെ, നമുക്ക് യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും അതിൽ കൂടി നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വരുമാനം നമുക്ക് കിട്ടും കേട്ടോ. അത് വെറുതെ പറയുന്നതല്ല, നല്ലൊരു വരുമാനം നമുക്ക് കിട്ടും. പക്ഷെ സഡൻ ഒരു ഗ്രോത്ത് എല്ലാവർക്കും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 2-3 വീഡിയോ ചെയ്ത് പെട്ടെന്ന് വൈറലായി അല്ലെങ്കിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസിങ് ആവുന്നു അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് നമ്മൾ ഒരിക്കലും ഒരു ചാനൽ തുടങ്ങാൻ പാടില്ല. അപ്പം അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, സെലിബ്രിറ്റി ആയിരിക്കണം. നമ്മളും സെലിബ്രിറ്റീസ് അല്ല, നോർമൽ പീപ്പിൾസ് ആണ്. പിന്നെ ചിലവർക്ക് ലക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവർ കയറി വൈറലാവാറുണ്ട്. അപ്പം അങ്ങനെ ചിലവരാകുന്നെന്ന് വെച്ചിട്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ മീൻസ് വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് വൈറലാകണമെന്നില്ല. അപ്പം ആദ്യമേ ഞാൻ പറഞ്ഞോട്ടെ, നമുക്ക് യൂട്യൂബിൽ കുറച്ച് ക്രൈറ്റീരിയകളുണ്ട്. അപ്പം ഫസ്റ്റ് നമുക്കൊരു 100,000 സബ്സ്ക്രൈബർ ആകണം എന്നുള്ളതാണ്. അപ്പം അത് ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഇങ്ങനെ ഷോർട്സ് ഇട്ടുകൊണ്ടേയിരിക്കുക. ഷോർട്സ് ഇടണം എന്നുള്ളത് മസ്റ്റ് ആണ്. ഷോർട്സിൽ കൂടി നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ 4000 വാച്ച് അവർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അത് ഒരു വലിയൊരു ടാസ്ക് ആണ്. അത് നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഷോർട്സിന്റെ ടൈം അവർ ഒരിക്കലും എടുക്കില്ല. നമുക്ക് നമ്മുടെ ലോങ് വീഡിയോയിൽ ഉള്ള ടൈം മാത്രം 4000 വാച്ച് അവർ ആകണം എന്നുള്ളത് ഒരു സെക്കൻഡ് കണ്ടീഷൻ ആണ്. അപ്പം അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്, അത് നമ്മൾ അച്ചീവ് ചെയ്യുക എന്നുള്ളത്. അപ്പം ഞാൻ മുന്നമേ തന്നെ പറയട്ടെ, നമ്മളൊരു സ്റ്റാർട്ടപ്പ് എന്ന നിലയിൽ നമ്മൾ ഫസ്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യും, എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യണേ, ഞാൻ ചാനൽ തുടങ്ങി എന്നൊക്കെ പറയും. ചിലർ പറയും, ചിലർ പറയായിരിക്കും. അപ്പൊ നമ്മൾ പറയുമ്പോൾ നമ്മൾ മോസ്റ്റ്ലി നമ്മുടെ ഫ്രണ്ട്സിനോടും നമ്മുടെ കസിൻസിനോടും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിനോടൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷെ അവരൊക്കെ ഒരുപക്ഷെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകാം, അതിൽ കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാം, അതൊന്നും നമുക്കറിയില്ല. അപ്പൊ നമ്മുടെ റിലേറ്റീവ്സോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ ആയിരിക്കില്ല കൂടുതലും നമ്മുടെ വീഡിയോസ് കാണുന്നില്ല. 100%-ൽ ഒരു 30% മാത്രമേ നമുക്ക് അറിയാവുന്നവർ നമ്മുടെ വീഡിയോസ് കാണുകയുള്ളൂ. കൂടുതലും നമ്മളെ അറിയാത്ത നമ്മുടെ ആൾക്കാരായിരിക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നത്. അപ്പം അത് ഒന്നാമത്തെ കാര്യം. രണ്ട്, നമ്മൾ എപ്പോഴും ഏതൊരു കമന്റ് കേട്ടിട്ട് നമ്മൾ ഡൾ ആവാതിരിക്കുക. കാരണം എപ്പോഴും ഏതൊരു വീഡിയോസിനും അല്ലെങ്കിൽ എല്ലാ വീഡിയോസിനും പോസിറ്റീവ് കമന്റ്സ് വരണമെന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. കാരണം പോസിറ്റീവ് വരും, നെഗറ്റീവ് വരും. നെഗറ്റീവ്സിനെ നമ്മൾ ആ രീതിയിൽ മാത്രം കാണുക. കാരണം ഒരു സെൻസിറ്റീവ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവ് വീഡിയോസ് കാണുമ്പോൾ അയ്യോ അവരൊക്കെ അങ്ങനെ പറഞ്ഞില്ല, മോശമായി അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇടുന്ന യൂട്യൂബ് ചാനൽ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്തിട്ട് പോകുന്നവർ ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ആദ്യം ഇടുമ്പം വ്യൂവേഴ്സ് കയറുന്നില്ല. ചിലപ്പോൾ ഒരു 100, 200, 250 അങ്ങനെയൊക്കെ വന്ന ഒരു 56-100 വീഡിയോസും ആയിട്ടും സബ്സ്ക്രൈബർ കൂടുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോസിന് വ്യൂവേഴ്സ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും കയറുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്ത് പോകാറുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ ഏതൊരു കാര്യത്തിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, ഡെഡിക്കേഷൻ വേണം നമുക്ക്. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ മാക്സിമം അതൊന്നിനെ കുറിച്ച് ബോധേഡാവാതിരിക്കുക. നമ്മൾ നല്ല കണ്ടന്റ് ഉള്ള കാര്യങ്ങൾ ഇടുക. അപ്പൊ ലോങ് വീഡിയോസ് നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യാൻ ഞാൻ പറയത്തില്ല. ഒരു ആഴ്ചയിൽ പറ്റുമെങ്കിൽ 2-3 വീഡിയോസ് മാത്രമേ ഇടുക. നമുക്ക് സബ്സ്ക്രൈബ് കൂടാൻ വേണ്ടി മാക്സിമം എല്ലാ ഡെയിലിയും നമുക്ക് ഷോർട്ട് വീഡിയോസ്, റീൽസ് നമുക്ക് ഇടാം. അപ്പം ജോബിന് പോകുന്നവർ കാണും, പാർട്ട് ടൈം ആയിരിക്കും ചെയ്യുന്നത്. അപ്പം ഡെയിലി ഇങ്ങനെ വീഡിയോ എടുക്കണമെന്ന ടെൻഷൻ ഒന്നും വേണ്ട. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഡേ ഇപ്പം ഞങ്ങൾ ഓഫ് ആയിട്ടുള്ളത് സാറ്റർഡേ സൺഡേ ആണ്. അപ്പൊ സാറ്റർഡേ സൺഡേ ഏതിലൊരു ദിവസം ഇരിക്കുക. അപ്പൊ അന്ന് നമുക്ക് 1 വീക്കിലേക്കുള്ളൊരു ഈ പറഞ്ഞ റീൽസ് നമ്മൾ ഒന്നിച്ചെടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. വെറുതെ എന്നും എടുത്ത് അതിനുവേണ്ടി ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യാറില്ല. അപ്പൊ എല്ലാവരും പാർട്ട് ടൈം ആയിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണല്ലോ, ഏറെക്കുറെ ആൾക്കാരൊക്കെ. അപ്പം ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം വെച്ചാൽ, നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന് കൃത്യമായിട്ടൊരു ടൈം ഉണ്ടായിരിക്കണം. ഇപ്പം മോർണിംഗിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഈവനിങ്ങിൽ, എപ്പോഴാണെന്ന് വെച്ചാൽ എപ്പോഴും ബെറ്റർ ഈവനിങ് അല്ലെങ്കിൽ മോർണിംഗ് ടൈമിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പം ഒരു ടൈം എല്ലാ ദിവസവും 7 മണി ടൈമിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഒന്നുകൂടി നല്ലതെന്ന് പറയുന്നത്. പിന്നെ നമ്മളെപ്പോഴും വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം ഇങ്ങനെ ചിലവരാണെങ്കിൽ ഡെയിലി ഇങ്ങനെ ലോങ് വീഡിയോസ് വാച്ച് അവർ കിട്ടാൻ വേണ്ടി ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ വരുന്നൊരു കേസ് എന്ന് വെച്ചാൽ നമുക്ക് കണ്ടന്റ് ഇല്ലാതായിപ്പോ, കണ്ടന്റ് കുറഞ്ഞ് കണ്ടന്റ് ക്വാളിറ്റി നമുക്കില്ലാതെ. കാരണം ഡെയിലി ഇങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്നൊരു പ്രശ്നം വരും. കാരണം കണ്ടന്റിന് ക്ഷാമം വരും. അപ്പം അതേ ഭേദം 1-2 വീഡിയോസ് മാത്രം ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ പണ്ട് നമുക്കെന്ന് വെച്ചാൽ യൂട്യൂബ് ചാനല് വളരെ കുറവായിരുന്നു. കാരണം നമ്മൾ 2-3 വീഡിയോസ് കാണാൻ നമ്മളെ കാണാൻ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എന്ന് പറയുന്ന ചവറ് പോലെ ഒരുപാട് ചാനൽസ് ഉണ്ട്. സെയിം കണ്ടന്റുകൾ തന്നെ പല രൂപത്തിലും പല ഭാവത്തിലും സെലിബ്രിറ്റീസ് ആയാലും അല്ലെങ്കിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരായാലും എല്ലാം ചെയ്യുന്നുണ്ട്. സോ അവരുടെ കൂടെ നമുക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ചവറ് പോലെ ഇട്ടിട്ട് കാര്യമില്ല. അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ
കണ്ടന്റ് ഒക്കെ ഉള്ളത് അത്യാവശ്യം കണ്ടെത്തി തന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. ഡെയിലി ലോങ് വീഡിയോ ഇടുന്നതിൽ കാര്യമില്ല. അപ്പം ലോങ് വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, തംബ്ലൈൻ ഒക്കെ ആവശ്യമാണ്. അതേപോലെ തന്നെ വലിച്ചു വാരി ഒത്തിരി ടൈം പറയാതിരിക്കുക. ഒരു 5 മിനിറ്റ് വരെ, 5 മിനിറ്റ് മാക്സിമം 5 മിനിറ്റ് വരെ ഒക്കെ മതിയാവും വീഡിയോ. കാരണം എല്ലാവരും ടൈം ഒരുപാട് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യത്തില്ല, എല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന കൂട്ടത്തിലാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത്. കാരണം ആർക്കും ഒരുപാട് ടൈം ഇല്ല കളയാൻ. അവർക്ക് കാര്യങ്ങൾ ഇൻഫോർമേഷൻസ് പക്ക കിട്ടണം, അത്ര മാത്രമേ ഉള്ളൂ. അവർ എല്ലാവരും ലക്ഷ്യം അത്രേ ഉള്ളൂ. കാരണം ജോബ് കഴിഞ്ഞിട്ട് വരുന്നത് ഇപ്പം ഫ്രീ ടൈമിലായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ കാര്യം സെർച്ച് ചെയ്യുമ്പോൾ അതിന്റെ മെയിൻ കണ്ടന്റ് മാത്രം അവർക്ക് കിട്ടിയാൽ മതി. സോ അതിന്റെ ഇടയ്ക്കുള്ള ചളിപിളി എല്ലാവരും സ്കിപ്പ് ചെയ്ത് വിടും. ഈ പറഞ്ഞ ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ചില വീഡിയോസിലൊക്കെ എന്റെ ടൈമും ഒരുപാട് ഇത് പോയിട്ടുണ്ട്. ചിലവുള്ള പറഞ്ഞു മാക്സിമം അങ്ങനെ ചെയ്യാതിരിക്കാം. അത് നമ്മൾ ട്രൈ ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു കാര്യം തന്നെയാണ്. തംബ്ലൈനും ഞാൻ പറഞ്ഞല്ലോ, തംബ്ലൈനും നല്ലൊരു ഹെഡിങ്ങും എല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോക്ക് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ഹെഡിങ് ഒക്കെ കണ്ടിട്ട് പെട്ടെന്ന് കയറണം. അപ്പൊ ആ രീതിയിലുള്ള ഹെഡിങ് ഒക്കെ നമ്മൾ കൊടുക്കാൻ ഞാൻ ഇത്രയൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. കാരണം ഇത്രയൊക്കെ എക്സ്പീരിയൻസ് എനിക്ക് പറയാനുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ മൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മൾ വീഡിയോസ് ചെയ്യുമ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴും ഞാൻ സ്റ്റാർട്ടപ്പർ എന്ന നിലയിൽ ഞാൻ എപ്പോഴും ഓടി വന്നിങ്ങനെ നോക്കും, എത്ര വ്യൂസ് ആയി, എത്ര വാച്ച്, എത്ര ടൈം കിട്ടി. അങ്ങനെ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയി. ഏതൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും സ്റ്റാർട്ടപ്പർ എന്ന നിലയിൽ നമ്മുടെ ആഗ്രഹം ആ വീഡിയോ 5K പോകണം, അല്ലെങ്കിൽ 2K പോകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ്. അങ്ങനെ കുറെ വീഡിയോസ് ചെയ്യുമ്പോൾ അങ്ങനെ കയറാതിരിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ബ്രേക്ക് ചെയ്ത് പോകാൻ പാടില്ല. ഞാനും ഒരു സ്റ്റാർട്ടപ്പറാണ്, ഞാനും വെയിറ്റ് ചെയ്യാണ്. കാരണം നമ്മൾ വെയിറ്റ് ചെയ്ത് ക്ഷമയോടുകൂടി നമ്മൾ വെയിറ്റ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ ആ ഗോൾ നമ്മൾ അച്ചീവ് ചെയ്യണം. അപ്പൊ ഞാനും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ഞാനും എന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണ്. സോ എന്റെ വീഡിയോ ഞാൻ എന്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുവാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ പറ്റും. ബൈ ബൈ, സീ യു.